ചവിട്ടിത്താക്കുന്നതിന് പരിധിയുണ്ട്. എനിക്ക് പറ്റുന്നില്ല. ഉളുപ്പുണ്ടോ ബിഗ് ബോസേ, ഉളുപ്പുണ്ടോ ബിഗ് ബോസേ, ഉളുപ്പുണ്ടോ ബിഗ് ബോസേ. ഒരു 30 അല്ല 30 ലക്ഷം വട്ടം ചോദിച്ചാലും അത്രയും കുറഞ്ഞു പോകും. കാരണം വെച്ചാൽ നിങ്ങളിപ്പോൾ ഫസ്റ്റ് കണ്ടത് ഒരുവിധം എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ മക്കളെ പോയി കണ്ടോളൂ. എന്നിട്ട് കണ്ടിട്ട് ഏഷ്യാനെറ്റിനെ ദയവ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ബിഗ് ബോസിനെയും ഏഷ്യാനെറ്റിനെയും സപ്പോർട്ട് ചെയ്യുക. കാരണം ഇതൊരു ചാരിറ്റി പദ്ധതിയായി മാറിക്കഴിഞ്ഞു. ബിഗ് ബോസ് ജാസ്മിൻ എന്ന പാവം എന്താ പറയുക അബലയായ പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും ബിഗ് ബോസിൻ്റെ കപ്പ് കൊടുത്ത് സംരക്ഷിക്കുവാനുള്ള പദ്ധതിയിൽ ദയവ് ചെയ്ത് നിങ്ങളാൽ കഴിയുന്ന എല്ലാ ഹെൽപ്പും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ എല്ലാം ചെയ്യുക കേട്ടോ. കാരണം എന്താ വെച്ചാൽ ബിഗ് ബോസിൻ്റെ പ്രോമോ കണ്ടവർക്കറിയാം, പാവം ജാസ്മിനെ എല്ലാവരും കൂടി അവിടെ ഒറ്റപ്പെടുത്തുകയാണ് മക്കളെ, ഒറ്റപ്പെടുത്തുകയാണ്. ആ പാവം എത്ര ഒറ്റപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും എന്താ നിങ്ങൾ പ്രേക്ഷകർക്ക് മനസ്സിലാവാത്തത്? ഞങ്ങൾ ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ രീതിയിൽ ഞങ്ങൾ കാണിച്ചു തന്നു. അവസാനം പ്രൊമോയിൽ ഞങ്ങൾ BGM വരെ ഇട്ടു. ഇതിന് മ്യൂസിക് കൊടുത്തു കഴിഞ്ഞ് AR റഹ്മാനാണോ അനിരുദ്ധാണോ അതോ ഇനി ബീഥോവനോ ആരൊക്കെ വന്നിട്ടാണോ കൊടുത്തെന്നറിയില്ല. ആ BGM ഒക്കെ മോനെ 1.5 BGM ആണ്. ഇത്ര അധികം ബിൽഡപ്പ് കൊടുത്ത് കൊണ്ടുവന്നൊരു കണ്ടസ്റ്റൻറ്റിനെ എങ്ങനെയാണ് എന്തിനാണെന്ന് ആലോചിച്ച് നോക്കുക. എന്താണ് ഇതിന് മാത്രം ജാസ്മിൻ ജാഫർ ബിഗ് ബോസ് അല്ലെങ്കിൽ ഏഷ്യാനെറ്റിന് ഇത്രയും പ്രിയപ്പെട്ടവളാവുന്നെന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഒരുപാട് പറയാനുണ്ട്. പക്ഷെ ചെറിയൊരു വീഡിയോ അധികം ലെങ്തിയാക്കി കൊണ്ടുപോകണില്ല. നമ്മൾ ഓൾറെഡി 2-3 ലെങ്തി വീഡിയോസ് ചെയ്തു കഴിഞ്ഞു. ഈ പ്രോമോ കണ്ടു കഴിഞ്ഞാൽ അന്നം തിന്നുന്ന ആഹാരം കഴിക്കുന്ന ഏത് മലയാളം മനസ്സിലാവുന്ന ഏതൊരു മനുഷ്യനും വളരെ ക്ലിയറായിട്ട് മനസ്സിലാവുന്ന ഒരു സംഭവമാണ് ബിഗ് ബോസ് ബിഗ് ബോസ് ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു നാടകം. മനസ്സിലായിട്ടുണ്ട് കേട്ടോ മനുഷ്യന്മാർക്ക്, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഏഷ്യാനെറ്റെ നിങ്ങൾ പ്രീ പ്ലാൻഡ് ആയിട്ട് വല്ല കമൻറ്റ് ഇടിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകില്ല. ഇതിൽ ഡയറക്ടറാണെങ്കിലും ആരാണെങ്കിലും കാണുന്നവർ മനസ്സിലാക്കുക. ഇതുപോലുള്ള ആൾക്കാരുടെ കമൻറ്റ്സ് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. നിങ്ങളുടെ സംഭവം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലാക്കണം. കാരണം ജാസ്മിനെ വെളുപ്പിക്കുക പറഞ്ഞാൽ ഇതിനേറെ ഇനി എന്തൊരു പെയിൻ്റ് ഞങ്ങൾ അടിക്കുക? ഇനി എന്തിനാണ് നിങ്ങൾ 100 ദിവസം വെയിറ്റ് ചെയ്യുന്നത്? ഈ ഒരു ഇതിന് അടിയിൽ കുറച്ച് കമൻറ്റ്സ് വന്നിട്ടുണ്ട്. ഏഷ്യാനെറ്റ് അത് വായിക്കാതിരിക്കില്ലല്ലോ അവർ. അതിൽ ഒരു മിനിറ്റ് ഞാൻ കുറച്ച് കമൻറ്റ്സ് അതിൽ വായിച്ചു തരാം കേട്ടോ. ജാസ്മിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ബിഗ് ബോസിൻ്റെ നീക്കം. സിബിൻ ജാസ്മിൻ്റെ വായടപ്പിക്കുന്ന ഭാഗം പ്ലസിലേക്ക് മാറ്റി. അതിലെ മെയിൻ പാർട്ട് പ്ലസിൽ നിന്നും റിമൂവ് ആക്കി. സത്യമാണത്, നമ്മൾ കണ്ട കാര്യമാണ്. പിന്നെ ജാസ്മിനെ മറ്റുള്ളവരെ അടിച്ചിരുത്താനും കണ്ണുരുട്ടി പേടിപ്പിക്കാനും ഭരിക്കാനും പറ്റുന്നില്ല അതിൻ്റെ കരച്ചിൽ. അതിന് ഇതുപോലെ BGM ഒക്കെ ഇട്ട് സഹതാപം കാണിക്കാൻ എന്തിരിക്കുന്നു എന്ന്. ജാസ്മിന് സഹതാപ തരംഗം മനഃപൂർവ്വം ഏഷ്യാനെറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മുല്ലപ്പൂ കരയല്ലേ, സത്യം, അയ്യോ മുല്ലപ്പൂവേ കരയല്ലേ, മുല്ലപ്പൂ കരയല്ലേ. ബിഗ് ബോസ് കാക്ക കുറച്ചുകൂടെ ഹിൻഡ് നിനക്ക് തരും. ഇപ്പോൾ തന്നെ ഇവൾ മുഞ്ചുന്ന ഭാഗങ്ങൾ എപ്പിസോഡിൽ പോലും കാണില്ല. സായി എല്ലാം പറഞ്ഞു കൊടുത്ത ശേഷം പുറത്തെ കാര്യങ്ങൾ പറയരുത് എന്ന് വാണിംഗ്. നോറ എന്തെങ്കിലും നല്ലത് പറഞ്ഞാൽ അത് മുഴുവൻ കട്ട് ചെയ്യും. മുല്ലപ്പൂവിനെ ആരും കടത്തിവെട്ടാൻ പാടില്ലല്ലോ അല്ലേ? നമ്മളും അരിയാഹാരം തന്നെയാണ് കഴിക്കുന്നത്. ബിഗ് ബോസ് കഴിഞ്ഞ ദിവസം സിബിൻ്റെ ടീം നടത്തിയ ഡിബേറ്റ് BB+ലേക്ക് മാറ്റിയിരുന്നു. പ്രേക്ഷകർ എന്താ മണ്ടന്മാരാണോ ബിഗ് ബോസേ? സിബിൻ സ്കോർ ചെയ്യുന്ന ഓരോ എപ്പിസോഡിലും പറയാതിരിക്കാൻ വയ്യ കേട്ടോ. അടാർ വൈൽഡ് കാർഡാണ്. അയ്യോ ഇത്രയും വലിയൊരു ജാസ്മിൻ മൈക്കിൽ ഒളിപ്പിച്ച ലെറ്റർ എന്താണെന്ന് അറിയാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഈശ്വര, ജാസ്മിൻ്റെ അഭിനയം സീരിയസ് ആയിട്ട് പറയാം. എല്ലാവരും ജാസ്മിനെയും കൂടി കപ്പടിപ്പിക്കാനുള്ള പരിപാടി എടുക്കുകയാണെന്നിട്ട് ഒരുവിധം കമൻറ്റ് ബോക്സ് കംപ്ലീറ്റ് കണ്ടാൽ അറിയാം എന്തിനാണ് ബിഗ് ബോസ് ഇത്രയധികം രീതിയിൽ ജാസ്മിനെ എന്താണ് ജാസ്മിൻ ജാഫറിൻ്റെ പ്രത്യേകത? എനിക്കൊരു സംശയമുണ്ട്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. ജാസ്മിൻ ജാഫറിന് എന്തുകൊണ്ട് നല്ല രീതിയിൽ ജാസ്മിൻ ജാഫർ കളിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പ്രേക്ഷകർ എന്നുള്ള കണ്ടീഷനിൽ നമുക്കൊക്കെ നല്ല രീതിയിൽ പോകും. പക്ഷേ ഇത്രയധികം സംഭവം ഉണ്ടായിട്ട് എന്തായിരിക്കും ജാസ്മിൻ ജാഫറിന് ബിഗ് ബോസിന് ജാസ്മിൻ ജാഫറിനോട് ഇത്ര പ്രത്യേകത എന്നുള്ളത് മനസ്സിലാവുന്നില്ല. പുറത്തെ കാര്യങ്ങൾ ഉള്ളിലൊക്കെ എത്തിച്ചു കഴിഞ്ഞിട്ടും ഇപ്പോഴും പഴയ ഒരു സംഗതി വേണ്ടി ഇരട്ടിക്കരട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. വേദനാജനകം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. ബിഗ് ബോസ് എന്ന ഷോനെ
ഒരു ഊടായ്പ ഷോ ആക്കിയിട്ട് പല ആൾക്കാരും പറഞ്ഞെങ്കിലും അത് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഒരു പ്രൊമോ കൂടി വന്നിട്ടുള്ളത്. ഇനി BGM ഒക്കെ ഇട്ട് അതിനെങ്ങനെ സുഖിപ്പിച്ച് മെല്ലെ ഉന്തിത്തള്ളി ഫ്രൈഡേ എപ്പിസോഡിൽ നീക്കി ലാലേട്ടൻ വന്ന് പുറത്തെ കാര്യങ്ങൾ എത്തിച്ച് ഇതിനെ മനോവിഷമം ഉണ്ടാക്കി സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടെത്തിക്കുന്ന രീതിയിലാക്കി എന്ന് പറഞ്ഞ സായിനെ 2 ഫയറും ചെയ്താൽ അവനും കൊണ്ട് വയറ് നിറയും, എല്ലാവർക്കും കൊണ്ട് സന്തോഷമാവും. അതുണ്ടാവുന്നുള്ള 100% ഷുവറാണ്. ഇതിനെ മാനസിക നില തകർത്തു. ഞാൻ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് വരെ എത്തേണ്ട, എന്നെ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കാണിക്കണമെന്ന് അവൾ പറഞ്ഞിട്ടുള്ളത്. അവൾ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് നിന്ന് എത്തുന്ന സിറ്റുവേഷൻ വരെ എത്തിച്ചു. സീക്രട്ട് ഏജൻറ്റ് എന്ന് പറഞ്ഞ വ്യക്തി പുറത്തുനിന്നുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്നെ എല്ലാവരും കൂടി കോർണർ ചെയ്യുന്നു. നല്ല രീതിയിൽ ക്യാപ്റ്റൻ ആവാൻ ഞാൻ നോക്കുന്നു, എന്നെ പറ്റുന്നില്ല എന്നും പറഞ്ഞ് ലാലേട്ടൻ ഇത് വന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോ. പേര് പട്ടിക്കിടുന്നതെന്ന് പറഞ്ഞില്ല, അത് പറയുന്നില്ല. പക്ഷെ എന്നാലും ഞാൻ ഈ പറയുന്ന എഴുതി വെച്ചോ. ലാലേട്ടൻ വന്ന് ഇപ്രാവശ്യത്തെ എപ്പിസോഡിൽ നടക്കാൻ പോകുന്ന നാടകം ഇതാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ കേട്ടോ.